ഒരാഴ്ച മുമ്പ് വരെ വളരെ എക്സൈറ്റഡ് ആയിട്ട് പ്ലാൻ ചെയ്തിരുന്ന ഒരു ഡേറ്റ് നമ്മളങ്ങനെ കേവലം മഴ കാരണം മാറ്റിവെക്കാൻ തയ്യാറായിരുന്നില്ല ഗൈസ്. അങ്ങനെ അണിഞ്ഞൊരുങ്ങി ഞങ്ങൾ രണ്ടുപേരും കൂടി പോകുന്നത് നമ്മുടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എൻ്റെ മുഖത്ത് കാണാനുണ്ട്. നിങ്ങളവിടെ മഴയുള്ള സമയത്താണ് പോകുന്നതെങ്കിൽ ഫ്രണ്ടിലെ ഗേറ്റിൽ തന്നെ അവിടെ അവർ കുട കൊടുക്കുന്നുണ്ട്. എന്തായാലും കുട മേടിക്കുക. നടന്ന് കാണാൻ ഉദ്ദേശിക്കുന്നവർക്ക് കുടയില്ലാതെ പറ്റില്ല ഗൈസ്. അങ്ങനെ നമ്മൾ എൻട്രൻസിൽ കയറി നേരെ ഫസ്റ്റ് പോയത് ഒരു വലിയ ക്രോക്കഡൈലിനെ കാണാനാണ്. ഒരുപാട് എക്സൈറ്റഡ് ആവാനൊന്നുമില്ല, പക്ഷെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ കയ്യിൽ നിന്ന് കുറച്ച് ഓവർ എക്സ്പ്രഷൻസ് ഇടും. ക്രോക്കഡൈലിനെ കണ്ട് നമ്മൾ നേരെ പോയത് നമ്മുടെ കലമാൻ കൂട്ടത്തിൻ്റെ അരികിലേക്കാണ്. അവർ വളരെ ബിസി ആയിരുന്നു, ബിസി വിത്ത് ഫുഡിങ്. ആൻഡ് ഇവിടെ കമ്പാരിറ്റീവ്ലി ആനിമൽസ് വളരെ കുറവാണ്. റെനോവേഷൻ അല്ല അല്ലേ, ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് മന്ത് ആയിട്ടില്ല. ആൻഡ് ഇവിടെ ഉറക്കം തൂങ്ങിടക്കുന്ന ഒരു പുലി, അതുപോലെ വളരെ മന്ദം നടക്കുന്ന കടുവ, അങ്ങനെയുള്ള വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആനിമൽസേ ഉള്ളൂ. ബട്ട് ഏരിയയുടെ കേസ് പറയുകയാണെങ്കിൽ നമ്മളൊരു ഇൻ്റർനാഷണൽ സൂ ഒക്കെ, ഞാനിതുവരെ ഇൻ്റർനാഷണൽ സൂവിൽ പോയിട്ടില്ല കേട്ടോ, ബട്ട് ഫസ്റ്റ് ടൈമാണ്. ബട്ട് എനിക്ക് അങ്ങനെ തോന്നി ഇൻ്റർനാഷണൽ സൂവിൻ്റെ ഒക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ആൻഡ് നിങ്ങൾ ഇങ്ങനെ ലോങ് ആയിട്ട് നടന്നു പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് ഞാൻ ഇട്ടിരിക്കുന്ന പോലത്തെ ഹീൽസ് ഇടാതിരിക്കുക. കാല് നല്ല വേദന എടുക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഈ ടീംസ് അവിടെ കുറേ ഉണ്ട്. ഇവരുടെ പേര് ഒക്ടോപ്പസ് അല്ല. പിന്നെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും അടുത്ത് കടുവേനെ കാണുന്നത്. യെസ്, ഇറ്റ്സ് എ സൂംഡ് വീഡിയോ. ആൻഡ് എനിക്ക് അവിടെ പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആയിരുന്നു ഇത്. ഒരു ഇൻ്റർനാഷണൽ ലെവൽ ലുക്ക് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. ആൻഡ് ഇത്രയും നടന്ന് കഷ്ടപ്പെട്ട് ഞാൻ പോയത് 2 ഹിപ്പോസിനെ കാണാനാണ്. ഹിപ്പോ എങ്ങനെയാണ് വാ പൊളിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ വാ പൊളിച്ച് കാണിച്ചതാണത്. അങ്ങനെ നമ്മൾ ഹിപ്പോ കുളിക്കുന്നത് ഒളിഞ്ഞു നോക്കി കണ്ട് നിർവൃതി അടഞ്ഞു. ഇനിയാണ് ദ സ്റ്റാർ ഓഫ് ദ ഷോ. യെസ്, ഐ എം ഇൻട്രൊഡ്യൂസിങ്. ഓ മൈ ഗോഡ്, എനിക്ക് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. ഇതൊരു ഗൂസ് ബംപ് മൊമെൻ്റ് ആയിരുന്നു, എക്സാക്ട് ഗൂസ് ബംപ് മൊമെൻ്റ്. എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ലൈഫിൽ ഇത്രയും അടുത്ത് ഒരു കടുവേനെ കാണുന്നത്. ഓക്കെ, സോ ടോട്ടൽ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്തായാലും എൻജോയ് ചെയ്തു. കുറച്ച് നടന്നെങ്കിലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. സോ ദിസ് ഇസ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ്. ഓക്കെ.